പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഇന്നാണ്. തിരുവനന്തപുരം ജില്ല മുഴുവൻ ആറ്റുകാല പൊങ്കാലയിൽ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ എൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കിലോമീറ്റർ ദൈർഘ്യത്തിൽ പൊങ്കാല അടുപ്പുകൾ രൂപപ്പെട്ട് കഴിഞ്ഞു. 10:30 മണിക്കാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പടരുക. അതോടെ പൊങ്കാല ഉത്സവത്തിന് തുടക്കമാകും. പൊങ്കാല നിവേദിക്കാനായി ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നവർ. കാത്തിരിക്കുകയാണ് പണ്ടാര അടുപ്പിൽ തീ പടരുന്നതിന് വേണ്ടി. ഒരുപക്ഷേ ആറ്റുകാലമ്മയ്ക്ക് എല്ലാം സമർപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് സ്ത്രീകൾ, ഏതാണ്ട് 5 ലക്ഷം സ്ത്രീകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം അതിലും കൂടുമെന്നാണ് കണക്ക്. ഏതാണ്ട് 10 കിലോമീറ്ററിനുള്ളിൽ തിരുവനന്തപുരം നഗരത്തിന് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ 10 കിലോമീറ്ററിനുള്ളിൽ ഇതുപോലുള്ള പൊങ്കാല അടുപ്പുകൾ രൂപപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കൊപ്പം കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്മിത ഹരിദാസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സ്മിത, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 10:30 പണ്ടാര അടുപ്പിൽ തീ പടരുക. വിവരങ്ങൾ എന്തൊക്കെയാണ് സ്മിത ഹരിദാസ്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ദർശനം, ഈ തടപ്പള്ളിയിൽ നിന്ന് ദീപം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദർശനം അനുവദിക്കില്ല. അതിനുള്ള അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ വലിയ തിരക്കായിരുന്നു ദർശനത്തിന്, ക്ഷേത്ര ദർശനത്തിന്. ഒരുപാട് പേര് ദേവിയെ ദർശിക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് സഹകരിക്കണം എന്ന ഉള്ള അറിയിപ്പാണ് ഇപ്പോൾ കേൾക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അടുത്ത ചടങ്ങുകൾ തുടങ്ങുകയായി. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് തിടപ്പള്ളിയിലേക്ക് ദീപം കൊണ്ടുപോകുന്നു. തിടപ്പള്ളിയിലെ പൊങ്കാലടുപ്പിൽ ആദ്യം അഗ്നി പകരുന്നു. അതിനുശേഷം പണ്ടാരടുപ്പിന് മുന്നിലെ അടുപ്പിൽ തീ പകരുന്നു, അഗ്നി പകരുന്നു. അതിനായി ഇവിടെ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. MLA ഉണ്ട്, MP മേയറുണ്ട്, അതോടൊപ്പം തന്നെ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറുണ്ട്. അങ്ങനെ ജനപ്രതിനിധികളുണ്ട്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, അവരെല്ലാവരും തന്നെ അവിടെയുണ്ട്. ഇത്തവണ തിരക്ക് കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് മാധ്യമപ്രവർത്തകർക്കും അതിനകത്തേക്ക് കടക്കാൻ കുറേ പരിമിതികളുണ്ട്. ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പണ്ടാര അടുപ്പിന് അടുത്ത് തന്നെ നിന്നാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ നമ്മളെ കുറച്ച് അകലേക്ക് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ വലിയ തിരക്ക് അത് തിടപ്പള്ളിയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതിന്, അല്ലെങ്കിൽ പണ്ടാരടുപ്പിന് മുന്നിൽ പൊങ്കാല അടുത്ത് തിരക്ക് കൂടിയിട്ട് ഇനി ചടങ്ങുകൾക്ക് ഒരു തടസ്സം വരണ്ട എന്നുള്ള രീതിയിലാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വലിയ തിരക്ക് തന്നെയാണ്. എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പോലീസുകാർ തന്നെ ഈ പരിസരത്ത് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏറ്റവും വിശേഷ വഴിപാടായ, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പൊങ്കാല നിവേദ്യത്തിനുള്ള സമയമാകുന്നു. അതിലും ഒരുപാട് ചടങ്ങുകളുണ്ട്. അതുകൊണ്ട് തന്നെ തോറ്റമ്പാട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ദേവിയുടെ ചരിത്രം. അതിൽ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം എത്തുമ്പോഴാണ് തിടപ്പള്ളിയിൽ നിന്ന് അഗ്നി പകർന്ന് ഈ പണ്ടാരടുപ്പിലേക്ക് അഗ്നി തെളിക്കുക. അപ്പോൾ ആ മധുരാനഗരി ചുട്ടരിച്ചതിൻ്റെ, ചാമ്പലാക്കിയതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു രീതി കൂടിയാണ്. അതുമാത്രമല്ല, ദേവിയെ സമാധാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ദേവി അല്പം ഒന്ന് അന്നപൂർണേശ്വരിയായ, വരദായിനിയായ ഒരു ശാന്തഭാവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്ത്രീകളെല്ലാവരും ചേർന്ന് പൊങ്കാല നിവേദ്യം സമർപ്പണം നടത്തുന്നു എന്നുള്ളൊരു വിശ്വാസവും ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ ഐതിഹ്യങ്ങൾ ഒരുപാടാണ്. ആ ഐതിഹ്യങ്ങളുടെയും ഒക്കെ ഈ കാർത്തിക നാളിൽ തുടങ്ങിയ ഈ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആറ്റുകാൽ പൊങ്കാലയുടെ പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തുന്നതിനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കങ്ങ് കൂടി വരികയാണ്. ഭക്തജനങ്ങളെല്ലാവരും തന്നെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഓക്കെ, സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത്. ഭക്തജന പ്രവാഹമാണ് തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള ആറ്റുകാൽ പൊങ്കാല. 10:30 മണിയാകുമ്പോൾ പണ്ടാര അടുപ്പിൽ തീ പടരും. അതോടെ നിവേദ്യ ഉത്സവത്തിന് തുടക്കമാകും. മകേഷ് പറയുന്നു, തിരുവനന്തപുരത്തെ 24 സിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച വലിയ സ്ക്രീൻ മനോഹരമായിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോയി കണ്ടു, ഇന്നും കൂടെ പോയി കാണൂ. അപ്പോൾ അതിനല്ലേ നമ്മൾ ആ സ്ക്രീൻ അവിടെ വെച്ചിരിക്കുന്നത്.